ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് കോസ്റ്റ് ഷീറ്റാണ്. ഓക്കെ അല്ലേ? കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിലെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ആദ്യം പിന്നെ അത് എന്തിനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം, പിന്നെ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഷീറ്റ് സിംപ്ലി മീൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ജസ്റ്റ് മീനിങ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഷീറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ് ദാറ്റ് പ്രൊവൈഡ് ഡീറ്റെയിൽഡ് കോസ്റ്റ് ഇൻഫർമേഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ കോസ്റ്റ് ഇൻഫർമേഷൻ ഡീറ്റെയിൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ എഴുതി വെക്കുന്നൊരു ഡോക്യുമെൻ്റ് ആണെങ്കിൽ കോസ്റ്റ് ഷീറ്റ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ? അപ്പോൾ അതൊരു ഡോക്യുമെൻ്റ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് പോലെ കീപ്പ് ചെയ്യും, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ കീപ്പ് ചെയ്യും. അവിടെ എല്ലാ കോസ്റ്റിന് ഇൻഫർമേഷൻ ഉണ്ടാവും. ആ ഇൻഫർമേഷൻ എങ്ങനെയായിരിക്കും പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവുക? ഇറ്റ് ഈസ് ടിപ്പിക്കലി പ്രസൻറ്റഡ് ബേസ്ഡ് ഓൺ ദി ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. നമ്മൾ ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ മുമ്പ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അവിടെ പറയുന്ന പോലെ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിങ്, അഡ്മിനിസ്ട്രേഷൻ ഫംഗ്ഷനിങ്, സെല്ലിംഗ് ഫംഗ്ഷനിങ്, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിങ്, ഇതേ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുക, ഇതിനെ പ്രസൻറ്റ് ചെയ്യുക എന്നാണ് നമ്മളതിൻ്റെ ഡെഫിനേഷനിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് ഇതിൻ്റെ പർപ്പസ്, എന്താണ് നമ്മളിതിന് കീപ്പ് ചെയ്യാനുള്ള പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് നമ്മുടെ കോസ്റ്റ് അനലൈസ് ചെയ്യാൻ, അതായത് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനും അത് അനലൈസ് ചെയ്യാനും അത് വെച്ചിട്ട് നമുക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാനുമാണ് നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ കോസ്റ്റ് ഷീറ്റ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു പാർട്ടിനെ ആണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ എംഫസിസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഒബ്ജക്റ്റീവ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ഷീറ്റാണ് എന്ത്, കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ? അപ്പോൾ ബേസിക്കലി ഇതാണ് മീനിങ് എങ്കിലും അപ്പോൾ അത് എന്താണെന്നുള്ളതിന് ജസ്റ്റ് ഒരു ഡോക്യുമെൻ്റ് ആണെന്ന് പറഞ്ഞു. എന്തിനാന്നുള്ളത് എന്തിനാ കുറച്ചും കൂടി നല്ല രീതിയിൽ മനസ്സിലാവാൻ നമ്മുടെ അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ? നമ്മുടെ കോസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ പ്രൊഡക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ട് ഓൾ കോസ്റ്റ് ഷുഡ് ബി റെക്കോർഡ്. നമ്മളെ പണി അതെല്ലാം റെക്കോർഡ് ചെയ്യുക എന്നുള്ളതല്ലേ. അപ്പോൾ ഇതെല്ലാം റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീൽ ടേക്ക് ടൈമല്ലേ, നമുക്ക് എന്ത് ചെയ്യും, സമയം എടുക്കും എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അത് എന്ത് ചെയ്യാം, എങ്ങനെയാണ് നമുക്കത് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. റെസ്പോണ്ടസ് ഓർണോ. അപ്പോൾ ഇത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് എന്തിൻ്റെ ഭാഗം, നമ്മൾ ഈ കോസ്റ്റ് ഷീറ്റിൽ നമ്മൾ നോക്കുന്ന ഓൾ കോസ്റ്റ് എങ്ങനെ അസർട്ടൈൻ ചെയ്യുക എന്നല്ലെങ്കിൽ ഏത് രീതിയിൽ അതിന് ചെയ്യണം, അതിനൊരു ഫ്ലോ ഉണ്ട്. ആ ഫ്ലോ ബേസ്ഡ് ആണ് ചെയ്യുക. ഞാൻ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ന്യൂ പേജ് എടുത്ത് നമുക്കതിനെക്കുറിച്ചുള്ള ഡിസ്കഷനിലേക്ക് പോകാം. ഓക്കെ അല്ലേ? അപ്പോൾ അതിൻ്റെ ഫ്ലോ എങ്ങനെയാണ്, കോസ്റ്റ് റെക്കോർഡ് ചെയ്യാനുള്ള ഫ്ലോ, വാട്ട് ഈസ് ദ ഫ്ലോ, എപ്പോഴാണത് ചെയ്യുക, എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളൊരു ചോദ്യം വരും. കോസ്റ്റ് ഷീറ്റ് നമ്മൾ 2 സമയങ്ങളിൽ പ്രിപ്പയർ ചെയ്യും. ഒന്ന് ബിഗിനിങ് ഓഫ് ദി ഇയർ. ഓക്കെ അല്ലേ? കോസ്റ്റ് ഷീറ്റ് നമ്മൾ ബിഗിനിങ് ഓഫ് ദി ഇയറിലും പ്രിപ്പയർ ചെയ്യും, ആൾസോ എപ്പോഴും പ്രിപ്പയർ ചെയ്യും അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയറിലും പ്രിപ്പയർ ചെയ്യും. ഓക്കെ അല്ലേ? ബിഗിനിങ് ഓഫ് ദി ഇയറിൽ പ്രിപ്പയർ ചെയ്യുന്ന കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. എൻഡ് ഓഫ് ദി ഇയറിനെ കുറിച്ച് പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോഴാണെന്നുള്ളത് ഞാൻ എന്ത് ചെയ്യും, കുറച്ച് ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ ഓവർ ഹെഡ് ചാപ്റ്ററൊക്കെ എത്തുമ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതാണ്. ക്ലിയർ? അതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ഗുഡ്. അപ്പോൾ ഈ കോസ്റ്റ് ഷീറ്റിൽ നമ്മൾ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടി ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഒരു ഫ്ലോയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത്. അപ്പോൾ ആ ഫ്ലോ എങ്ങനെയുണ്ട് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ആ ഫ്ലോ എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ ഫ്ലോ എങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത് നോക്കാം. കാണാതെ പഠിക്കാൻ ഐ വിൽ നോട്ട് റെക്കമെൻഡ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു 2 ഫോർമാറ്റൊക്കെ ആയിട്ടാണ് നമ്മളിവർ ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കാറുള്ളത്. ആ 2 ഫോർമാറ്റും വെറുതെ പറയാതെ 2 ഫോർമാറ്റിനെയും ഞാൻ എന്ത് ചെയ്യുക, ഒരു ഫ്ലോയിലൂടെ, ഒരു പ്രൊഡക്ഷൻ ഫ്ലോയിലൂടെ അല്ലെങ്കിൽ ഒരു കോൺസെപ്ഷ്യൽ വേയിലൂടെ നമുക്ക് എന്ത് ചെയ്യുക, അത് പഠിച്ചെടുക്കുക. എങ്ങനെയാണ് അതിലേക്ക് അവർ എത്തിയത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അതിനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഞാനൊരു എക്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, ഏത് പ്രൊഡക്റ്റ് ആകട്ടെ, ഞാനൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എല്ലാ സൗകര്യങ്ങളും, അസറ്റ് ലയബിലിറ്റി ഒക്കെ അക്വയർ ചെയ്തിട്ട് നമ്മൾ ഓപ്പറേറ്റിംഗ് കാര്യങ്ങളാണ് ആലോചിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു, അസറ്റ്സ് വാങ്ങി, ബാക്കിയുള്ള കാര്യങ്ങൾ, സൗകര്യങ്ങളൊക്കെ ഒരുക്കി, ബിൽഡിംഗ് ഒക്കെ റെഡിയാണ്, മെഷീൻസൊക്കെ റെഡിയാണ്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇനി എന്ത് ചെയ്യണം, പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ നെക്സ്റ്റ് ഫിക്സഡ് അസറ്റ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സംഭവം വേണ്ടേ. വാട്ട് ഈസ് ദ ബേസിക് സംഭവം ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ? ഫോർ എക്സാമ്പിൾ, ഞാനൊരു ചെറിയൊരു മിഠായി ഉണ്ടാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിൽ, ഒരു മാങ്ങച്ചാർ ഉണ്ടാക്കുകയെന്ന് വിചാരിക്കും. ഈ മാങ്ങച്ചാർ ഉണ്ടാക്കുകയാണെങ്കിൽ ആ മാങ്ങച്ചാർ എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാക്കുക, അതിന് ബേസിക്കലി എനിക്ക് എന്ത് വേണം,
അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വേണ്ട, വിച്ച് മീൻസ് ഇൻഗ്രീഡിയൻസ് ഈസ് നോൺ ആസ് റോ മെറ്റീരിയൽസ് അഥവാ ഡയറക്റ്റ് മെറ്റീരിയൽസ്. ഐ നീഡ് എന്ത് ചെയ്യാം, റോ മെറ്റീരിയൽസ്. വേർ വിൽ ബി ദിസ് റോ മെറ്റീരിയൽസ്, എവിടെയാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ റോ മെറ്റീരിയൽസ് ഉണ്ടാവുക? ദിസ് പ്രൊഡക്റ്റിൻ്റെ റോ മെറ്റീരിയൽ ഈസ് നമുക്ക് അവൈലബിൾ ഫ്രം സപ്ലൈസ്, ഡിഫറെൻറ്റ് സപ്ലൈസ് നമുക്ക് എന്ത് ചെയ്യും, അത് സപ്ലൈ ചെയ്ത് തരും. അപ്പോൾ അവരെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക എന്നുള്ളത് ആരുടെ പണിയാണ്, നമ്മുടെ പണിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവരെ കയ്യിൽ പോയിട്ട് അത് വാങ്ങിക്കണം. റോ മെറ്റീരിയൽ സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് റോ മെറ്റീരിയൽ അക്വയർ ചെയ്യുക, വിച്ച് മീൻസ് അത് പർച്ചേസ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ റോ മെറ്റീരിയൽ ഇപ്പോൾ മാങ്ങച്ചാർ പറഞ്ഞ പോലെ മാംഗോ എന്ന് പറയുന്ന സാധനം നമ്മൾ എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്ത് കൊണ്ടുവരാം. എന്നിട്ട് നമ്മൾ കമ്പനിയിൽ എന്തൊരു സൗണ്ടാണ്, ശരി, നമ്മുടെ കമ്പനിയിൽ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് വെച്ചിട്ടാണ് പ്രൊഡക്ഷൻ നടത്തേണ്ടത്. അപ്പോൾ ബേസിക്കലി റോ മെറ്റീരിയൽ ഇല്ലാതെ ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും പ്രൊഡക്റ്റ് പോസിബിൾ അല്ല. ഇഫ് പ്രൊഡക്റ്റ് യു ആർ പ്രൊഡ്യൂസിങ് ദർ വിൽ ബി റോ മെറ്റീരിയൽ മസ്റ്റ് ബി ദർ. ഓക്കെ അല്ലേ? അപ്പോൾ ആ റോ മെറ്റീരിയൽ അക്വയർ ചെയ്യുക. അപ്പോൾ റോ മെറ്റീരിയൽ ഞാൻ വാങ്ങിച്ചു. ഓക്കെ അല്ലേ? മാങ്ങച്ചാറാണെങ്കിൽ മാംഗോ വാങ്ങിച്ച് ഞാൻ എവിടെ കൊണ്ടുവന്ന് വെച്ചു, ഒരു സ്റ്റോർ റൂമിൽ ആരോ ആണ്. ഓക്കെ, ഒരു സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്തു. ആ സ്റ്റോർ റൂമിനെ ഞാൻ വിളിക്കുക സ്റ്റോഴ്സ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? സ്റ്റോഴ്സ്. ഒരു പ്ലേസ്, സ്റ്റോർ ചെയ്യുന്ന പ്ലേസിനെ ഞാൻ എന്ത് വിളിക്കുന്നു? സ്റ്റോഴ്സ്. ഓക്കെ അല്ലേ? റോ മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുന്ന ഒരു പ്ലേസിനെ വിളിക്കുന്ന പേരാണ് സ്റ്റോഴ്സ്. ഓക്കെ അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ മീനിങ് നമ്പർ 1. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ കാര്യം നമുക്ക് നോക്കാം. ഇതാണ് സ്റ്റോഴ്സ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ സ്റ്റോഴ്സിൽ കീപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാ റോ മെറ്റീരിയൽസും ഞാൻ അവിടെ വെച്ചു. ഇനി സ്റ്റോഴ്സിൽ ഇങ്ങനെ മാങ്ങ കൊണ്ടുവന്ന് അവിടെ ഇങ്ങനെ ഇരുന്ന് ചീഞ്ഞ് പോകാനാണോ? അല്ല, നമ്മൾ പറഞ്ഞത് ഒരു മാങ്ങ അച്ചാർ ഉണ്ടാക്കണം. അപ്പോൾ അച്ചാർ ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം, അതിന് ആവശ്യമുള്ള ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി, ബാക്കി റോ മെറ്റീരിയൽസ് ബാക്കിയുള്ള എന്തൊക്കെയാണോ വരിക, നിങ്ങളൊന്ന് പാലിച്ചാൽ മതി. മാങ്ങ മാത്രം, ബാക്കിയുള്ളതൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ എക്സ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിന് വേണ്ട എല്ലാ റോ മെറ്റീരിയലും കൊണ്ടുവന്നു. അങ്ങനെ മൈൻഡിൽ വെക്കാം. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബാക്കി പണി എന്താ, ഈ സ്റ്റോഴ്സിലുള്ള സാധനം നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഡക്ഷൻ നടത്തണ്ടേ. ആ സ്റ്റോഴ്സിലിരുന്ന പ്രൊഡക്ഷൻ നടക്കില്ല, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്തിനെ ടിപ്പിക്കലി നോൺ ആസ് ഇറ്റ് ഈസ് ഫാക്ടറി എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ഫാക്ടറി. ഇപ്പോൾ മാങ്ങച്ചാർ നിങ്ങൾ വീട്ടിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഫാക്ടറി ഏതാ? അടുക്കള. ഓക്കെ അല്ലേ? അപ്പോൾ അടുക്കളയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ അത് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ ഫാക്ടറിയിലേക്ക്, സ്റ്റോറിലുള്ള സാധനങ്ങൾ നേരെ നമ്മൾ എങ്ങോട്ട് ഇഷ്യൂ ചെയ്യും, ഫാക്ടറിയിലേക്ക് ഇഷ്യൂ ചെയ്യും, അഥവാ അടുക്കളയിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടായിരിക്കും. ഓക്കെ, ഫാക്ടറിയിലേക്ക് കൊണ്ടുവന്നു. ഇനി എന്താ ചെയ്യുക സാർ? വാട്ട് യു ആർ ഗോയിങ് ടു ഡു നെക്സ്റ്റ്? ഓക്കെ, നെക്സ്റ്റ് നമ്മളെ പണി എന്താ? ഫാക്ടറിയിലെത്തിയ ഈ റോ മെറ്റീരിയലിനെ പ്രൊഡക്റ്റ് ആക്കി മാറ്റണം. വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ്. ഹൗ ക്യാൻ വി കൺവേർട്ട് ദിസ്? ദാറ്റ് ഈസ് ദ ചോദ്യം. അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യുക, അത് കൺവേർട്ട് ചെയ്യാൻ അറിയുന്ന ഒരാൾ വേണ്ടേ? ഒരു കമ്പനിയുടെ സിഇഒനെ വിളിച്ചിട്ട് ഈ പണി എടുപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഹി വിൽ നോട്ട് ബി ഡൂയിങ് ദസ്. ഹൂ വിൽ ബി ഡൂയിങ് ദാസ്? ദ വർക്കേഴ്സ് ഓഫ് ദി കമ്പനി. ഓക്കെ അല്ലേ? ഹൂ വിൽ ബി ഡയറക്റ്റ്ലി ഇൻവോൾവിങ്? ഈ മാനേജേഴ്സും കാര്യങ്ങളൊന്നുമില്ല, ഡയറക്റ്റ് വർക്കേഴ്സ്, നേരിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അച്ചാറാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരാ അച്ചാർ ഉണ്ടാക്കുക? നമ്മളെ വീട്ടിൽ നമുക്കറിയെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. അല്ലെങ്കിൽ സാധാരണ എനിക്കോ അല്ലെങ്കിൽ നമ്മളൊക്കെ പറയുമ്പോൾ നമ്മുടെ അമ്മയാണ് നമുക്ക് അച്ചാർ ഉണ്ടാക്കുക. അപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കാൻ ഉണ്ടാകുന്ന ഒരു പേഴ്സൺ ഉണ്ടാവില്ല, നേരിട്ട് ഈ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പേഴ്സൺസിനെ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് ലേബർ അല്ലെങ്കിൽ ഡയറക്റ്റ് വർക്കേഴ്സ്. അവർ കൊടുക്കുന്ന കോസ്റ്റാണ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ്. അപ്പം ഡയറക്റ്റ് വർക്കേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടി നമ്മൾ എന്ത് ചെയ്യും, അത് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ അല്ലേ? അത് അവർ വെറുതെ എന്ത് ചെയ്യും, അവർ നേരിട്ട് അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ആവശ്യമായ ടൂളും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ കുറച്ച് ഡയറക്റ്റ് എക്സ്പെൻസ്, ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡയറക്റ്റ് എക്സ്പെൻസ്, സം ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഒപ്പിച്ച് കൊടുക്കണം. അപ്പോൾ അതെന്ത് ചെയ്യുക, അതിനെ വിളിക്കാൻ നമ്മൾ ഡയറക്റ്റ്ലി ആ ഒരു പ്രൊഡക്റ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. പിന്നെ പാക്ക് ചെയ്യാനും ബാക്കിയുള്ള അങ്ങനത്തെ എക്സ്പെൻസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവർക്ക് കൊടുക്കുന്നു. അപ്പോൾ അതിനെ വിളിക്കുന്നത് അവർക്ക് വേണ്ടി വരുന്ന മറ്റ് എക്സ്പെൻസ്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേര് ഡയറക്റ്റ് എക്സ്പെൻസ്. ഈ ഡയറക്റ്റ് എക്സ്പെൻസുമായി ഡയറക്റ്റ് വേജസുമായി ഡയറക്റ്റ് വർക്കേഴ്സ് റെഡിയായി, അവർക്ക് ആവശ്യമായ ടൂൾസൊക്കെ കൊടുത്തു. മാത്രം പോരാ, അവർക്ക് സൗകര്യങ്ങൾ വേണ്ട. അവർക്ക് ഇപ്പോൾ ഈ ഫാക്ടറി എന്ന് പറയുന്ന സ്ഥലം ഈ പാടത്തൊന്നും നടക്കുമല്ലോ, അല്ലെങ്കിൽ മൈതാനങ്ങൾ നടത്തുമോ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും മരുഭൂമിയിൽ കൊണ്ടുപോയി നടക്കുമോ? ഇല്ല. നമുക്ക് എന്ത് വേണം? എ പ്രോപ്പർ പ്ലേസ് ഫോർ എന്ത് ചെയ്യുക, അവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു പ്രോപ്പർ പ്ലേസ് നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ഒരുക്കണം. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, ഒരു ബിൽഡിംഗ് റെൻറ്റിന് എടുക്കേണ്ടി വരും. അപ്പോൾ ഒരു ബിൽഡിംഗ് റെൻറ്റിന് എടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുക, ആ ബിൽഡിംഗ് റെൻറ്റിന് എടുക്കുമ്പോൾ ആ റെൻറ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ എക്സ്പെൻസ് വന്നില്ലേ, ഫോർ ദാറ്റ് പർപ്പസ്. അപ്പോൾ അത് ഡയറക്റ്റ്ലി ആ മാങ്ങക്ക് വേണ്ടി വന്നതാണോ അല്ലെങ്കിൽ അച്ചാറിന് വേണ്ടി വന്നതാണോ? അല്ല, മൊത്തത്തിൽ ഒരുക്കുന്നതാണ്. അപ്പോൾ ആ ഫാക്ടറി മൊത്തത്തിൽ ഒരുക്കുന്നതിന് റെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വിളിക്കുക ഇൻഡയറക്റ്റ് എക്സ്പെൻസാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ഏതൊക്കെ ഉണ്ടാവും? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ടാവും, ഇൻഡയറക്റ്റ് ലേബർ ഉണ്ടാവും, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടാവും. ഇതെല്ലാം ഉണ്ടാവാൻ സാധ്യതയില്ല അവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ മാത്രമല്ല, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്
എക്സ്പെൻസ് ഉണ്ടാകും. മൊത്തത്തിൽ വിളിക്കുന്ന പേരെന്തായിരുന്നു? ഓവർ ഹെഡ്. എന്താ നമ്മൾ വിളിച്ചിരുന്നത്? ഓവർ ഹെഡ്. അപ്പോൾ അവിടെ നിന്ന് ഫാക്ടറിയിൽ എന്തുണ്ടായിരിക്കും? ഓവർ ഹെഡ് ഉണ്ടായിരിക്കും. അതിനെ നമുക്ക് ഫാക്ടറി ഓവർ ഹെഡ് എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഫ്ലോ ആയി. ഇപ്പോൾ സ്റ്റോറിൽ നിന്ന് റോ മെറ്റീരിയൽ കൊണ്ടുവന്നു, ഈ ഡയറക്റ്റ് ലേബർ വർക്ക് ചെയ്യാനുള്ള ടൂൾസും സൗകര്യങ്ങളും കൊടുത്തു. അപ്പോൾ ഡയറക്റ്റ് ലേബർ വർക്ക് ചെയ്ത അയാൾക്ക് കാശും കൊടുത്തു. ഓക്കെ, എന്ത് ചെയ്യുക? അപ്പോൾ എന്ത് കംപ്ലീറ്റ് ആയി? പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ആയി. പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് ഫാക്ടറി വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വിൽക്കാൻ കൊണ്ടുപോകണം. വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങോട്ടാണ് കൊണ്ടുപോവുക എന്നുള്ള ചോദ്യം വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഡയറക്റ്റ് വേജസ്, അതേപോലെ ഡയറക്റ്റ് എക്സ്പെൻസ്, ഓക്കെ അല്ലേ? അതേപോലെ ഫാക്ടറി ഓവർ ഹെഡ്, ഇതെല്ലാം വർക്ക് ചെയ്ത റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിച്ച റോ മെറ്റീരിയൽ എന്തായി? നമുക്കത് പ്രൊഡക്റ്റായി. പ്രൊഡക്റ്റായി പിന്നെ ഫാക്ടറി വെക്കാൻ പാടില്ല, നമ്മൾ അതിന് എന്ത് ചെയ്യണം? മറ്റൊരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യണം. അപ്പോൾ സ്റ്റോർ ചെയ്യുമ്പോൾ സ്റ്റോർ റൂമിൽ തന്നെയാണ് വെക്കുക എന്നുള്ളത് കുറേ കമ്പനീൻ്റെ ഇഷ്ടമാണ്. ആ സ്റ്റോർ റൂം നമുക്ക് വിളിക്കാം. പക്ഷേ അതിനെ വിളിക്കുന്ന ടെക്നിക്കൽ ടേം ഇസ് കോൾഡ് വെയർ ഹൗസ്. എന്താ വിളിക്കാം? വെയർ ഹൗസ്. ഓക്കെ അല്ലേ? വെയർ ഹൗസിൽ കൊണ്ടുപോയി നമ്മൾ അതിനെ വെക്കും. അപ്പോൾ ഈ വെയർ ഹൗസിൽ കൊണ്ടുപോയി നമ്മൾ അതിനെ സ്റ്റോർ ചെയ്യും. അവിടെ സ്റ്റോർ ചെയ്യുമ്പോൾ അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ് ഉണ്ടാവുക. ഓക്കെ അല്ലേ? കംപ്ലീറ്റ് ആയ ഗുഡ്സ്. കംപ്ലീറ്റ് ആയ ഗുഡ്സ് നമ്മൾ വെയർ ഹൗസിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യും. ഈ വെയർ ഹൗസിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുമ്പോൾ ഈ ഒരു പ്രൊഡക്ഷൻ പ്രോസസ് ചെയ്താൽ വെയർ ഹൗസിൽ കൊണ്ടുപോകുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ? അപ്പോൾ പ്രൊഡക്ഷൻ നടത്തണമെങ്കിലും സെയിൽ നടത്തണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം? നമുക്കൊരു വലിയ ക്യാപിറ്റലൊക്കെ വേണം. അപ്പോൾ ഇതിനൊക്കെ മൊത്തത്തിൽ ക്യാപിറ്റൽ വേണ്ടേ? അതൊക്കെ മാനേജ് ചെയ്യാൻ ടോപ്പ് ലെവൽ മാനേജേഴ്സ് വേണ്ടേ? അപ്പോൾ ഇവർ ചെയ്യുന്ന വർക്കും ഇതിന് വേണ്ടിയിട്ട് ഇൻഡയറക്ട്ലി ഹെൽപ്പ് ചെയ്യുന്നില്ലേ? അപ്പോൾ ഇൻഡയറക്ട്ലി നമ്മളെ പ്രൊഡക്ഷനും സെയിൽസിനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടീമുണ്ട്. ആ ടീമിനെ വിളിക്കുന്ന പേരാണ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ അല്ലേ? ഞാൻ നേരത്തെ നമ്മൾ അതിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ പറയുന്ന ടീമാണ് എന്ത് ചെയ്യുക? നമ്മളെ മൊത്തത്തിൽ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിലിപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഫാക്ടറിയിൽ എക്സ്പാൻഡ് നമ്മളെ വീട്ടിലെല്ലാ കാര്യം അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ആളാരാ? അഡ്മിനിസ്ട്രേറ്റർ ആരാ? നമുക്ക് വേണമെങ്കിൽ ഫാദർ എന്ന് വിളിക്കാം, അച്ഛൻ എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ പുള്ളിയുടെ പരിപാടി, പുള്ളി എന്താ നേരിട്ട് ചിലപ്പോൾ വീട്ടിലൊരു അച്ചാർ ഉണ്ടാക്കുന്നതിൽ ഇടപെടുന്നുണ്ടാവില്ല. പക്ഷേ പുള്ളി ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ആ റോ മെറ്റീരിയൽ വാങ്ങാനുള്ള കാശ് ഒന്നുണ്ടാവുക. ഇനി നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടിയിട്ട് ആ പുള്ളി അവൻ പറഞ്ഞത് ഇന്ന സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളുണ്ട്, ഇന്ന ആളെ കടയിൽ കൊണ്ടുപോയി എൻ്റെ പേര് പറഞ്ഞാൽ മതി, ഇന്ന ആളെ മോനാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അത് വിൽക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും സെയിൽ ചെയ്യാനും ഇൻഡയറക്ട്ലി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് അഡ്മിനിസ്ട്രേറ്റർ. ആ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന പോലെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കമ്പനികളിലുണ്ടാവും. അവർക്ക് ഒരുപാട് പേരുണ്ടാവും. അവർക്ക് വരുന്ന ഡയറക്റ്റ് മെറ്റീരിയൽസ് ഉണ്ടാവും, ഇൻഡയറക്റ്റ് ലേബേഴ്സ് ഉണ്ടാവും, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടാവും. ഇതെല്ലാം നമുക്ക് എല്ലാം നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന എക്സ്പെൻസുകൾ, എല്ലാം ഓവർ ഹെഡ്സ് അല്ലേ? അപ്പോൾ ഈ ഓവർ ഹെഡ്സും നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കോസ്റ്റിൻ്റെ നമ്മൾ ഈ പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? നമ്മൾ എന്തിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു? ഈ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യും. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് പ്രൊഡക്ഷൻ കോസ്റ്റ് മാത്രമാണോ എന്നുള്ളൊരു ചോദ്യം വരും. ഇറ്റ് ഈസ് നോട്ട്. പ്രൊഡക്ഷൻ കോസ്റ്റ് മാത്രമല്ല, അത് ചിലപ്പോൾ സെയിൽസിന് ഹെൽപ്പ് ചെയ്യുന്നില്ലേ? അപ്പോൾ രണ്ടിൽ ഇത് ഏതിലെടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്റ്റാർ പോലെ ഇവിടെ ഇങ്ങനെ കിടന്നോട്ടെ, അത് രണ്ടിലും എന്ത് ചെയ്യാൻ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ രണ്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം ആയതുകൊണ്ട് രണ്ട് രീതിയിൽ അതിനെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. പക്ഷേ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് ഇപ്പോൾ CMA സ്റ്റുഡൻസിനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ CMA സ്റ്റുഡൻസിന് നമുക്ക് എന്ത് ചെയ്യാം? ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന രീതിയിൽ അതിനെ കോൺസെപ്റ്റ്ലായുള്ള ഡിസ്കഷനിലേക്ക് പോകാം. ബേസിക്കലി നമ്മൾ ഇൻഡസ്ട്രി ചെയ്യും, അത് പ്രൊഡക്ഷൻ റിലേറ്റഡ് ആണെന്നുള്ള അസംഷനിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? പക്ഷേ അത് മാത്രമല്ല, അതിനൊരു കംപ്ലീറ്റ് രൂപമുണ്ട്. ഞാൻ അവസാനം എന്ത് ചെയ്യാം? ഈ ഒരു സെഷൻ്റെ എൻഡിൽ ഞാനത് ഡിസ്കസ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ, ഗുഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡിനെ കുറിച്ച് പറയുന്നത് വെയർ ഹൗസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കൊണ്ടുപോയി വെക്കുന്ന പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റിൻ്റെ കൂടെ, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് പോലെ കാണിക്കും, പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ആക്കിയിട്ട് നമ്മളതിനെ കാണിക്കും. ഓക്കെ. അപ്പോൾ ആഫ്റ്റർ വെയർ ഹൗസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അത് മാർക്കറ്റ് കൊണ്ടുപോയി വിൽക്കണ്ടേ? അത് സെല്ല് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ സെല്ല് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യും? ഫർദർ എക്സ്പെൻസ് വരും. അതിനെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് എന്താ വിളിക്കാം? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്. അപ്പോൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ആണ് ഇനി എന്ത് ചെയ്യാൻ നമുക്ക് നോക്കാനുള്ള. ആ എക്സ്പെൻസ് എന്താ? വിൽക്കാൻ വരുന്ന മാർക്കറ്റിംഗ് എക്സ്പെൻസ്, നമ്മുടെ പരസ്യത്തിന് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ വരുന്ന എല്ലാ എക്സ്പെൻസും എന്താണ്? ഇൻഡയറക്റ്റ് ആണ്. ഡയറക്റ്റ്ലി പ്രൊഡക്ഷനുമായിട്ടൊരു ബന്ധമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇൻഡയറക്റ്റ്ലി എന്ത് ചെയ്യാം? വരുന്ന കോസ്റ്റുകളാണ്. അതുകൊണ്ട് അവിടെ എപ്പോഴും ഓവർ ഹെഡാണ്. അപ്പോൾ അവരുടെ ഹെൽപ്പോട് കൂടി നമ്മൾ വെയർ ഹൗസിലുള്ള സംഭവം സെല്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുപോയിട്ട് അവരെന്ത് ചെയ്യും? അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് അവരെടുത്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ കമ്മീഷൻ പല എക്സ്പെൻസുകൾ വരും. അപ്പം സെല്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മിനിറ്റ് കേട്ടോ, നമുക്ക് കറക്റ്റാക്കി തരാം. ഓക്കെ, സെല്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അതെത്തിക്കും. അവിടെ അപ്പോൾ അവർക്ക് വരുന്ന എക്സ്പെൻസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന എക്സ്പെൻസാണ്. എന്താണ്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അത് ആ എക്സ്പെൻസ് മൊത്തം ഇൻഡയറക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് അതിനെന്ത് വിളിക്കാം? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. അപ്പോൾ അവരെ ഹെൽപ്പോട് കൂടി നമുക്ക് എന്ത് അച്ചീവ് ചെയ്യാൻ പറ്റും? കമ്പനിയിൽ സെയിൽസ് അച്ചീവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇൻകം കിട്ടി, ഇതുവരെ ചിലവായില്ലേ, ആ ചിലവൊക്കെ റിക്കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? സെയിൽസ് കണ്ടെത്തും. അപ്പോൾ ഈ എക്സ്പെൻസ് ഇതാണ് എന്ത് ചെയ്യുക? അതിൻ്റെ ഒരു ഫ്ലോ ഓഫ്
പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങി അത് ഡയറക്റ്റ് വേജസ് യൂസ് ചെയ്ത് ഡയറക്റ്റ് എക്സ്പെൻസ് യൂസ് ചെയ്ത് ഫാക്ടറി ഓവർഹെഡ് യൂസ് ചെയ്ത് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡിന് ഹെൽപ്പോട് കൂടി ടെല്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിച്ചിട്ട് അവിടുത്തെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസോട് കൂടി സെയിൽ ചെയ്യും. അപ്പോൾ നമുക്ക് ഇൻകം കിട്ടി, അതുപോലെ ഇൻകം കിട്ടി, എക്സ്പെൻസുകൾ കിട്ടി. അപ്പോൾ ഇതൊക്കെ കൂടി ഒരു സ്റ്റേറ്റ്മെൻ്റ് ആക്കി വരച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കൊരു പ്രോഫിറ്റ് കണ്ടെത്തിക്കൂടെ. അപ്പോൾ ഈ ഒരു ഈ ഫ്ലോ ചാർട്ടിനെ ഞാനൊരു ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഷീറ്റിൽ ഡോക്യുമെൻ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ അതാണെന്ത് കോസ്റ്റ് ഷീറ്റ്. ഓക്കെ അല്ലേ. അപ്പോൾ സിമ്പിൾ കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യത്തിലാണ്. സിമ്പിൾ കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് ഇപ്പോൾ പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റിലാണ്. എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നോക്കിയാലോ നമുക്ക്. സിമ്പിൾ കോസ്റ്റ് ഷീറ്റ് അതിൽ വരുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ. യെസ്, ഓക്കെ മക്കളെ, ഒന്ന് നോക്കാം. ഞാൻ വേറെ പ്രസൻറ്റേഷനിൽ വേറെ കാണിച്ചു തരാം. അപ്പോൾ ബേസിക്കലി ഇങ്ങനെ നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് മെറ്റീരിയൽ അക്വയർ ചെയ്തു. ഓക്കെ അല്ലേ. ഡയറക്റ്റ് മെറ്റീരിയൽ അക്വയർ ചെയ്തു, ഡയറക്റ്റ് ലേബർ ചെയ്തു, ഡയറക്റ്റ് എക്സ്പെൻസ് ചെയ്തു അല്ലേ. ഡയറക്റ്റ് മെറ്റീരിയൽ അക്വയർ ചെയ്തത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് മെറ്റീരിയൽ അക്വയർ ചെയ്തു, ഡയറക്റ്റ് ലേബർ ചെയ്തു, ഡയറക്റ്റ് എക്സ്പെൻസ് ചെയ്തു. ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? ആദ്യം മാംഗോ കൊണ്ടുവന്നു, പിന്നെ ഡയറക്റ്റ് ലേബറെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചു, ഡയറക്റ്റ് എക്സ്പെൻസുകൾ സ്പെൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസുകൾ മാത്രം ആദ്യം എഴുതി വെച്ചു. അത് ടോട്ടൽ ചെയ്താൽ നമുക്ക് എന്ത് വിളിക്കാം? അതിനെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. എന്താ അതിൻ്റെ പേര്? പ്രൈം കോസ്റ്റ്. എന്താണ്? പ്രൈം കോസ്റ്റ്. അപ്പോൾ പ്രൈം കോസ്റ്റ് കിട്ടി. അപ്പോൾ ഇതെന്ത് ചെയ്തു? ടോട്ടൽ. ഇത് മാത്രമാണല്ല, അവിടെ എന്തുണ്ടായിരുന്നു? പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഫാക്ടറി ഓവർഹെഡ് വന്നില്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക സാർ? ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്താൽ നമുക്ക് ഫാക്ടറിയിലുള്ള മൊത്തം കോസ്റ്റ് കിട്ടി. അപ്പോൾ അതിനെന്ത് വിളിക്കാം? ഫാക്ടറി കോസ്റ്റ് എന്ന് വിളിക്കാം. എന്താ സാറ്? ഫാക്ടറി കോസ്റ്റ്. ഓക്കെ. ഫാക്ടറി കോസ്റ്റിൻ്റെ മറ്റൊരു പേര് ഞാൻ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ പറയുന്ന രീതിയിൽ കേട്ടിട്ടില്ലെങ്കിൽ മനസ്സിലാക്കുക. ഫാക്ടറി കോസ്റ്റ് ഓൾസോ നോൺ ആസ് വർക്ക് കോസ്റ്റ് ഓർ മാനുഫാക്ചറിങ് കോസ്റ്റ് ഓർ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയും. ഓക്കെ അല്ലേ. അപ്പോൾ 4 ടേമിൽ നമ്മൾ അറിയാറുണ്ട്. നമുക്ക് ഏത് ടീമും അതായത് ഫാക്ടറി കോസ്റ്റ്, വർക്ക് കോസ്റ്റ്, പ്രൊഡക്ഷൻ കോസ്റ്റ് ഓർ നമ്മൾ പറഞ്ഞ മാനുഫാക്ചറിങ് കോസ്റ്റ്, ഈ 4 പേരുകൾ അറിയാം. നെക്സ്റ്റ് നമുക്ക് ഫാക്ടറി കോസ്റ്റ് കിട്ടി. അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് ഹെൽപ്പ് ചെയ്ത ആളാരാണ്? അഡ്മിനിസ്ട്രേറ്റർ അല്ലേ. ആ ഒരു ഫ്ലോയിൽ തന്നെ പോകുക. അപ്പോൾ അവിടെയാണ് പ്രൊഡക്ഷൻ്റെ കൂടെയാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ അതാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അസംഷൻ. അതേപോലെ ഇരിക്കട്ടെ. അത് മാത്രമല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമ്മൾ അവസാനം അതെന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നമ്മളവിടെ പഠിക്കും. ഓവർഹെഡ് എന്ന് പറഞ്ഞ ഭാഗത്ത് തന്നെ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇവിടെ തന്നെ നമ്മൾ അതിന് ഐഡിയ തരും കേട്ടോ. ഓക്കെ. അപ്പോൾ സാധാരണ ഈ ഒരു അസംഷനിലാണ്. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇത്രയുമാണ് പ്രൊഡക്ഷൻ കോസ്റ്റ്. അപ്പോൾ അതിനെ മൊത്തത്തിൽ വിളിക്കുക കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. COP എന്ന് എഴുതി വെച്ച് വെക്കരുത്. എന്ത് ചെയ്യണം? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ തന്നെ എഴുതി വെക്കുക കേട്ടോ. ഓക്കെ. ഞാൻ പ്രിൻറ്റിൽ കാണിച്ചു തരാം. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇതും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂനെ നമ്മൾ എന്ത് വിളിക്കും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാക്കി പ്രൊഡക്ഷൻ്റെ എല്ലാ എക്സ്പെൻസുമായി ഇനി എന്ത് ചെയ്യണം? സെല്ല് ചെയ്യാൻ കൊണ്ടുപോയി പോകുന്ന എക്സ്പെൻസ് എന്തായിരുന്നു? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ആ കോസ്റ്റ് കൂടി ആഡ് ചെയ്തു. അപ്പോൾ ഇത്രയും കോസ്റ്റ് എല്ലാം അത് നിരനിരക്ക് എഴുതി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടൂലേ. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരെന്താ? കോസ്റ്റ് ഓഫ് സെയിൽസ്. എന്താ വിളിക്കുക? കോസ്റ്റ് ഓഫ് സെയിൽസ്. എക്സ്പയർഡ് കോസ്റ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതിന് കോസ്റ്റ് ഓഫ് സെയിൽസ് എന്തായിരുന്നു? സെയിൽ ചെയ്യാൻ വന്നവരെയുള്ള കോസ്റ്റ്, സെയിൽ ചെയ്ത ഗുഡ്സിന് വന്ന മൊത്തത്തിലുള്ള കോസ്റ്റ്. ഓക്കെ അല്ലേ. മൊത്തത്തിൽ വന്ന ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽ എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കുക. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്നുള്ള രീതിയിലും നമുക്ക് അലോഡായിട്ട് കുറക്കാൻ പറ്റുന്ന ടോട്ടൽ കോസ്റ്റ് എന്നുള്ള രീതിയിലും നമ്മൾ എന്ത് ചെയ്യുക പറയും. അത് കിട്ടി. അപ്പോൾ എന്ത് ചെയ്യാം? ടോട്ടൽ കോസ്റ്റ് കിട്ടി. ഇതിൻ്റെ കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ ഒരു പ്രൊഡക്റ്റിൻ്റെ പെർ യൂണിറ്റ് ടോട്ടൽ കോസ്റ്റ് കിട്ടി. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് കാണണം. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് കാണാന്നുള്ളത് ടോട്ടൽ കോസ്റ്റ് അസർട്ടൈൻ ചെയ്തു. അതിൻ്റെ കൂടെ എന്ത് ചെയ്തു? പ്രോഫിറ്റും അസർട്ടൈൻ ചെയ്തു. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് നമ്മുടെ എന്ത് വരിക? സെയിൽസ് വരിക അല്ലേ. അപ്പോൾ ദർഫോർ നമുക്ക് എന്ത് ചെയ്യാം? സെയിൽസ് കാണാൻ പറ്റും. ഇതാണ് അതിൻ്റെ എന്ത് ഫോർമാറ്റ്? നമ്മുടെ കോസ്റ്റ് ഷീറ്റിൻ്റെ ബേസിക് ഫോർമാറ്റ്. ഓക്കെ അല്ലേ. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതാണ് എൻ്റെ ഫോർമാറ്റ്. ഇതെങ്ങനെ നമ്മൾ പഠിച്ച് കാണാതെ പഠിക്കാൻ ഞാൻ പറയുന്നില്ല. യു അണ്ടർസ്റ്റാൻഡ് ഹൗ എ പ്രൊഡക്റ്റ് ഈസ് മെയ്ഡ്. വി വിൽ ബൈ ദ റോ മെറ്റീരിയൽ ഫാസ്റ്റ്, then we send it to factory. There will be direct workers using direct tools and direct expense and other expense. ആ ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ കൊണ്ട് അത് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുമ്പോൾ നമുക്ക് അവിടെ ഫാക്ടറി ഓവർ ഹെഡ്സ് വരും. പല കാര്യങ്ങൾ അവർ വർക്ക് ചെയ്യേണ്ടത് നോക്കാം. ഒരു സൂപ്പർവൈസറെ നിർത്തി, അയാളുടെ പൈസ എന്താണ്? ഓവർ ഹെഡാണ്. അവിടെ ഒരു ക്ലീൻ ചെയ്യാൻ ഒരു ലേഡീനെ നിർത്തി, അവ ക്ലീൻ ചെയ്ത് വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താണ്? ഓവർ ഹെഡാണ്. ഓക്കെ അല്ലേ. അവിടെ ഒരു വാച്ച്മാനെ നിർത്തി, അതെന്താണ്? അതൊരു ഓവർ ഹെഡാണ്. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പെൻസുകളൊക്കെ നമുക്ക് എന്താണ്? നമ്മൾ ഓവർ ഹെഡ് എക്സ്പെൻസ് എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ അതൊക്കെ എന്താണ്? ഓവർ ഹെഡ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന രീതിയിൽ പറയും. അതാണ് ഫാക്ടറി ഓവർ ഹെഡ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ അതിനെ എന്ത് ചെയ്തു? കംപ്ലീറ്റ് അങ്ങനെ അവർ ഹെൽപ്പോട് കൂടി ഡയറക്റ്റ് ലേബർ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റിനെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുവന്നു? വെയർ ഹൗസിലേക്ക് കൊണ്ടുവന്നു. വെയർ ഹൗസിൽ കൊണ്ടുവന്നതിന് ശേഷം അതിൻ്റെ കൂടെ എന്ത് ചെയ്തു? ആരെ ഹെൽപ്പ് ആ സമയത്ത് കിട്ടി എന്നുള്ള ഇതൊക്കെ ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് കിട്ടിയത് അഡ്മിനിസ്ട്രേറ്ററിനാണ്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ മൊത്തം
കോസ്റ്റും നമ്മൾ എന്ത് വിളിക്കും, അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്. കാരണം ഇത് ഇൻഡയറക്റ്റ് വർക്കുകളാണ്, അവർ നേരിട്ട് അറിവില്ല, പക്ഷെ അവർ പ്രൊഡക്ഷനും സഹായിക്കുന്നുണ്ട്, സെയിൽസിനും സഹായിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെയാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്, പ്രൊഡക്ഷനായിട്ടാണ് എടുക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് വേറെ ഡിസ്കഷൻ. എന്തുകൊണ്ടാണെന്ന് പറയുന്നത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നതുകൊണ്ടാണ്. പക്ഷേ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എങ്ങനെ വേറെ രീതി ചെയ്യാൻ പറ്റും അതും ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നുണ്ട്, വേറെ രീതി ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ആ രീതിയിലാണ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങനെ എടുക്കണം എന്നാണ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ പറയാം, ഇപ്പോൾ തന്നെ പറയാൻ കൺഫ്യൂസ് ആക്കുന്നില്ല. പിന്നെ അങ്ങനെ എന്ത് ചെയ്തു, ആ വെയർ ഹൗസിലുള്ള പ്രൊഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്തു, സെയിൽ ചെയ്യാൻ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിച്ച് അവരെന്ത് ചെയ്തു, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, കമ്മീഷൻ, അഡ്വർടൈസ്മെൻറ്റ്, മാർക്കറ്റിംഗ്, പല ചക്ക മാങ്ങ തേങ്ങ ഒക്കെ ഉപയോഗിച്ച് അവരെന്ത് ചെയ്ത് അത് സെയിൽ ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, അപ്പോൾ മൊത്തം അവർ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയിൽ എല്ലാ എക്സ്പെൻസും നമുക്ക് എന്ത് കിട്ടും, നമുക്ക് സ്വീറ്റ് പ്രോഫിറ്റ് കിട്ടും. അങ്ങനെ നല്ല രുചികരമായ പ്രോഫിറ്റ് കിട്ടും. ഇതാണ് അതിൻ്റെ ഫ്ലോ. ക്ലിയർ അല്ലേ മക്കളെ? യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് ചെയ്യുക, കോസ്റ്റ് ഷീറ്റിൻ്റെ ബേസിക് ഫോർമാറ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ ഇതിൽ പഠിക്കുന്നത്, നമ്മൾ ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ കോസ്റ്റ് ഷീറ്റ് നമ്മളതിലെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് ഒന്നും കൂടി ഞാൻ എന്ത് ചെയ്യാം, അത് ഇതായിട്ട് കാണിച്ചുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിനെ കുറിച്ച് പറഞ്ഞു, പ്രൈം കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന. പിന്നെ എന്താണ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് അഥവാ ഡയറക്റ്റ് എംപ്ലോയി കോസ്റ്റ് എന്ന് പറയുന്ന സാധനം, വേജസ് പെയ്ഡ് ഫോർ ഡയറക്ട്ലി വർക്കേഴ്സ് ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ദ പ്രൊഡക്ഷൻ. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് പ്രൊഡക്ഷൻ ജോബിന് വേണ്ടിയിട്ട് വരുന്ന ഡയറക്ട്ലി അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന അതർ എക്സ്പെൻസുകൾ, മെറ്റീരിയലും ലേബർ അല്ലാത്ത ബാക്കിയുള്ള എക്സ്പെൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ ഇത് മൂന്നും ആഡ് ചെയ്ത് പ്രൈം കോസ്റ്റാണ്. അതിൻ്റെ കൂടെ ഇൻഡയറക്റ്റ് കോസ്റ്റ് ഓവർ ഹെഡ് ആഡ് ചെയ്തു. ഓവർ ഹെഡ് ആഡ് ചെയ്യുന്നത് ഏതൊക്കെ ആഡ് ചെയ്തു, പ്രൊഡക്ഷൻ്റെ അല്ലെങ്കിൽ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഫാക്ടറി കോസ്റ്റ് കിട്ടി. അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, കോസ്റ്റ് ഓഫ് സെയിൽ കിട്ടി. ഇങ്ങനെയല്ലേ ചെയ്തത്. അപ്പോൾ അതിൽ എന്താണ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ ഫാക്ടറി റെൻറ്റ്, ഡിപ്രീസിയേഷൻ, യൂട്ടിലൈസേഷൻ ഒക്കെ വരുന്ന ബാക്കി എക്സ്പെൻസുകൾ. അതേപോലെ അഡ്മിനിസ്ട്രേഷൻ, ഓഫീസ് സാലറി, ലീഗൽ ഫീസ്, ഇൻഷുറൻസ് പോലെയുള്ള ബാക്കി കോമൺ എക്സ്പെൻസുകൾ. ആൻഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് സച്ച് ആസ് അഡ്വർടൈസിങ്, ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിംഗ് പോലെയുള്ള ബാക്കി എക്സ്പെൻസുകൾ. അതൊക്കെ എന്താണ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കേസിൽ വരുന്നതാണ്. അണ്ടർസ്റ്റാൻഡബിൾ ആണോ? സോർണോ? അപ്പോൾ ഇതാണ് ബേസിക്കലി എന്ത്, നമ്മുടെ കോസ്റ്റ് ഷീറ്റ്, സിമ്പിൾ കോസ്റ്റ് ഷീറ്റിൻ്റെ കോൺസെപ്റ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ സിമ്പിൾ കോസ്റ്റ് ഷീറ്റിൽ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് പോകും. നമ്മൾ ആ ചെറിയൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നേരെ നെക്സ്റ്റ് പോയിന്റിലേക്കാണ് ഇപ്പോൾ. നെക്സ്റ്റ് പോയിന്റ് എന്താണ്, ഡീറ്റെയിൽഡ് കോസ്റ്റ് ഷീറ്റിലേക്ക്. അപ്പോൾ എന്താ ഡീറ്റെയിൽഡ് കോസ്റ്റ് ഷീറ്റ്, ഒരു ചെറിയൊരു സംഭവം നമ്മളതിൽ പറയാതെ വിട്ടിട്ടുണ്ട്. അത് എല്ലാ ക്വസ്റ്റിനും നമുക്ക് ബേസ് റെഡി ആയിട്ട് നമ്മൾ വലിയ അളവ് തന്നെ പടാക്കർ കോൺസെപ്റ്റ് പഠിച്ചിട്ട് ബ്രാൻഡാക്കണ്ട. ഇത് ഓക്കെ ആക്കിയിട്ട് അടുത്ത ലെവലിലേക്ക് പോകാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിന് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന് നമുക്ക് നോക്കിയാലോ, എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് നോക്കിയാലോ. ഷാൽ വി ലുക്ക് ഇൻ ടു ഇറ്റ്. അപ്പോൾ കോസ്റ്റ് ഷീറ്റിൻ്റെ ബേസിക് കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് ജമ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ പ്രോബ്ലം നമ്പർ 1 ഞാൻ പ്രിൻറ്റഡ് അതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രിൻറ്റഡ് മീൻസ് അതിൻ്റെ PDF ഇ ബുക്കായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ അതിൽ ഉള്ള ക്വസ്റ്റ്യനാണ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ അല്ലേ? ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യനും ചെയ്യാറുണ്ട്, നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും ചെയ്യാറുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് രണ്ടൊന്നും എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്ത് വെക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ പ്രോബ്ലം നമ്പർ 1. ഓക്കെ അല്ലേ? പ്രോബ്ലം നമ്പർ 1 എന്താണ് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ പ്രോബ്ലം നമ്പർ 1, ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു മന്ത് ഓഫ് ജാനുവരി 2020 പ്രിപ്പയർ എ കോസ്റ്റ് ഷീറ്റ് എന്നുള്ളതാണ്. കോസ്റ്റ് ഷീറ്റ് ആണ് ഡബിൾ മിസ്സിംഗ് ആണ്. ഓക്കെ. കോസ്റ്റ് ഷീറ്റ്. ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് 20,000, ഡയറക്റ്റ് വേജസ് 15,000, ഡയറക്റ്റ് എക്സ്പെൻസ് 5,000, ഫാക്ടറി ഓവർഹെഡ് 8,000, അഡ്മിനിസ്ട്രേഷൻ 5,000, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ 4,000 ആൻഡ് 1,000 യൂണിറ്റ്സ് ഫോർ പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ പീരീഡ്. ഇവിടെ സെയിൽസ് അവർ പറയുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, സെയിൽസിനെ കണ്ടെത്താൻ വേണ്ടി ഞാനൊരു ഹിൻറ്റ് തരാം. ഓക്കെ അല്ലേ? പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു 20% ഓൺ കോസ്റ്റ് ഓഫ് സെയിൽസ്. ഓക്കെ അല്ലേ? ഈ രീതിയിൽ എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് കണ്ടെത്താൻ പറ്റും നോക്കാം. ഓക്കെ അല്ലേ? ഷാൽ വി ഡു ഇറ്റ്. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കണം. ഈ ഡാറ്റകൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് വരച്ചിടണം. ഓക്കെ അല്ലേ? അപ്പോൾ ഡാറ്റ 1 by 1 ആയിട്ട് നമുക്ക് എഴുതണം. ആദ്യം ഫോർമാറ്റ് വേണം. ഫോർമാറ്റ് നമുക്കറിയാം, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട് എന്നുള്ള രീതിയിൽ കൊടുക്കാം. ഓക്കെ. നമുക്കത് ഒരു രീതിയിൽ കൊടുക്കാം കേട്ടോ. ഓക്കെ, ശരി. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ എമൗണ്ട് എഴുതണം. ഓക്കെ അല്ലേ? ആദ്യം നമ്മൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുന്ന അതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ. അതിൻ്റെ എമൗണ്ട് എത്രയുണ്ട്, 20,000. ഓക്കെ, അത് യൂസ് ചെയ്ത് 20,000 ആണ്. ഗുഡ്. ഓക്കെ, അടുത്തത് ഏതാണ്, ഡയറക്റ്റ് വേജസ് ആണ്. ഡയറക്റ്റ് വേജസ് ഉണ്ട്. എത്രയാണ് വരുന്നത്, ഇറ്റ് വിൽ ബി 15,000. അപ്പോൾ അത് എഴുതി. നെക്സ്റ്റ് നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് വരുന്നത്. ദാറ്റ് വിൽ ബി
5,000. ഓക്കെ അല്ലേ, 5,000. അപ്പോൾ ഇതെല്ലാം മൂന്നും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്തായി പ്രൈം കോസ്റ്റ് കിട്ടി. എന്താ കിട്ടിയ സാറ്? പ്രൈം കോസ്റ്റ്. ഓക്കെ, പ്രൈം കോസ്റ്റ് ഇസ് ഈക്വൽ ടു 20 and 40,000 ആണ് വരിക. എത്ര വരാം? 40,000. കറക്റ്റ് അല്ലേ? യെസ്, കാൽക്കുലേഷൻ ചെയ്യാം കേട്ടോ. 40,000 എന്ത് വരും? നമുക്ക് പ്രൈം കോസ്റ്റ് വരും. നെക്സ്റ്റ് അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ഫാക്ടറി ഓവർ ഹെഡ്. അപ്പോൾ പ്ലസ് ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യുന്നു. ഇറ്റ് വാസ് 8,000 ഇൻ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ 8,000 നമ്മൾ എഴുതി വെക്കുന്നു. 8,000 ആണ് ഫാക്ടറി ഓവർ ഹെഡ്. അപ്പോൾ അത് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫാക്ടറി കോസ്റ്റ് അല്ലേ? യെസ്, ഗുഡ്. ഫാക്ടറി കോസ്റ്റ് കിട്ടി. ഫാക്ടറി കോസ്റ്റ് എത്ര വരും സാറേ? 40 + 8,000. ഡിഫിക്കൽട്ട് കാൽക്കുലേഷനാണ് അല്ല, സിമ്പിൾ. 48,000 പ്ലസ് നമുക്ക് എന്ത് ചെയ്യണം? അതിനെ എവിടേക്ക് കൊണ്ടുപോയി? വെയർ ഹൗസിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ അതിൻ്റെ ഇൻ ബിറ്റ്വീന് നമ്മൾ എന്ത് ചെയ്ത് വെക്കും? അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡിൻ്റെ ഹെൽപ്പ് വാങ്ങും. ദറ്റ് വിൽ ബി 5,000 rupees. ഓക്കെ അല്ലേ? 5,000 ആണ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് 5,000 വരുന്നു. അപ്പോൾ അത് ആഡ് ചെയ്താൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് വരിക. ദറ്റ് വിൽ ബി 53,000. എത്ര വരിക? 53,000. ഓക്കെ, 53,000 ഉണ്ടാവും. പ്ലസ് നമ്മൾ എന്ത് ചെയ്യുന്നു? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡിൻ്റെ കൂടെ നമ്മൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. ഇറ്റ്സ് എ സിമ്പിൾ ക്വസ്റ്റൻ, നേരിട്ടുള്ള ക്വസ്റ്റൻ ഉണ്ടാവും. വെരി നോട്ട് സോ മച്ച് കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. അപ്പോൾ ഇറ്റ് വിൽ ബി എത്ര ഉണ്ടാവും? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ പറയടാ. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഇറ്റ് വാസ് 4,000 ആണ്. ഓക്കെ, 4,000. അപ്പോൾ അത് ആഡ് ചെയ്യുന്നു. നമുക്ക് എത്ര വരും? കോസ്റ്റ് ഓഫ് സെയിൽസ് വരും. കോസ്റ്റ് ഓഫ് സെയിൽസ് 57,000. എത്രയാണ്? 57,000. അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽ കിട്ടി. ഇത്ര വരെ നമുക്ക് തന്ന ഡാറ്റയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആഡ് ചെയ്യണം. പ്രോഫിറ്റിനെ കുറിച്ചിട്ട് അവർ പറയുന്നത് എന്താ? കോസ്റ്റ് ഓഫ് സെയിലിൻ്റെ മുകളിൽ 20%. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം? ആഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതാ. അതെങ്ങനെയാണുള്ളത്? കോസ്റ്റ് ഓഫ് സെയിൽ 57,000 അല്ലേ? അപ്പോൾ 57,000 × 20%. 57,000 × 20% എത്ര ഉണ്ടാവും? 11,400. എത്ര ഉണ്ടാവും? 11,400. അപ്പോൾ അതും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്തായി? സെയിൽസ് കിട്ടും. എന്ത് കിട്ടും? സെയിൽസ് കിട്ടും. എത്ര ഉണ്ടാവുക? അത് ആഡ് ചെയ്ത് കൊടുക്കൂ. പ്ലസ് 57,000 യു വിൽ ഗെറ്റ് 68,400. ഓക്കെ, എത്ര ഉണ്ടാവുക? 68,400. ഇതാണ് എന്ത് ചെയ്യുക? സെയിൽസ് ഉണ്ടാവുക. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുക? അത് കണ്ടെത്താം. പ്രോഫിറ്റും കണ്ടെത്തി, സെയിൽസും കണ്ടെത്തി. 68,400. ക്ലിയർ അല്ലേ? ഇതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എന്ത് ചെയ്യുക? സിമ്പിൾ കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇവിടെ കുറേ കോംപ്ലിക്കേറ്റഡ് ആയ സംഭവം എന്തെങ്കിലും നമ്മൾ പറഞ്ഞോ? ഇല്ല, വളരെ ബേസിക് ആയുള്ള സംഭവമാണ്. ബേസിക് ക്വസ്റ്റ്യൻ ആയിരുന്നു, അതുകൊണ്ട് ബേസിക് ആയുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. ഇതിൽ ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? ഇല്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കതിൻ്റെ ഒരു കുറച്ച് ചെറിയൊരു ഇത് വരുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതും കൂടി ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് നേരെ എന്ത് ചെയ്യാം? ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ അല്ലേ? ഓക്കെ.